നല്ലത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട്. ഇല്ല, ബീഫ് കറി ഇന്ന് കുറേ നാളായി ബീഫ് മേടിച്ചിട്ട് നമുക്ക് ചട്ടിക്കകത്ത് വെക്കാം ബീഫ് കറി. ഈ 1/2 കിലോ ബീഫ് മേടിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ വെളുത്തുള്ളി, സവോള, കറിവേപ്പില എല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കറി വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കല്ലൂനും റയാനും ഭയങ്കര വിശപ്പ്. അന്നേരം നൂഡിൽസ് ഇരിപ്പുണ്ടായിരുന്നു. മാഗിയല്ല, വേറെന്തോ സംഭവം. അത് അന്നേരം അതിൻ്റെ ഇടയ്ക്ക് അതും ഉണ്ടാക്കും. അവനാണ് ഉണ്ടാക്കുന്നത്, ഞാനവിടെ നിന്നേ ഉള്ളൂ. ലേശം വെള്ളം ഒഴിച്ച് മസാല ഒന്ന് വെള്ളം തെളിയുന്നിടം വരെ മൂപ്പിക്കും. ഇതിനകത്തോടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ. ഉപ്പിടാൻ മറക്കരുത്, കറിക്കും എല്ലാം കൂടെ കൂടി. നാലായിട്ട് എണ്ണ തെളിയുന്ന നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് അങ്ങോട്ടിടാം. ബീഫ് നല്ലതായിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. എനിക്ക് പനിയാട്ടോ, എൻ്റെ ശബ്ദം വല്ലാതിരിക്കുന്നത്. അങ്ങനെ കറിയെല്ലാം സെറ്റായി എല്ലാം ചെയ്തു. എൻ്റെ പൊന്നെ, ഞാൻ സിമ്മിലാന്നോർത്തോണ്ട്, അല്ല സിമ്മിലല്ല, കറി നിർത്തിയത്, അതായത് ഗ്യാസ് തീ നിർത്തിയതാന്നോർത്ത് സിമ്മിലാക്കിയിട്ടിട്ട് ആ വഴി അങ്ങ് പോയി കൊച്ചിൻ്റെ പുറകെ കരിഞ്ഞു. എന്നെ വാരി ഉടുത്തില്ലെന്നേ ഉള്ളൂ ടിറ്റോ. അയ്യോ.